നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മാസ്റ്റർ ക്യാമില് പ്രോഗ്രാം ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ മാനുവലായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതേ കണക്ക് തന്നെ നമ്മൾ മാനുവലായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ പ്രോഗ്രാം, സബ് പ്രോഗ്രാം രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഡെപ്തുകളൊക്കെ ഇറക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കും മെയിൻ പ്രോഗ്രാം, സബ് പ്രോഗ്രാം രീതിയിലായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ നമ്മള് മാസ്റ്റർ ക്യാമില് 3 രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. സിംഗിൾ പ്രോഗ്രാം മെത്തേഡിൽ ചെയ്യാം. മെയിൻ പ്രോഗ്രാം, സബ് പ്രോഗ്രാം രീതിയിൽ ചെയ്യാം. അത് അബ്സല്യൂട്ടിലും ഇൻക്രിമെന്റലും ആക്കാം. അപ്പൊ നമ്മൾ ഈ 3 പാറ്റേണും അതുപോലെ തന്നെ നമ്മൾ മാനുവലി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസവും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വർക്ക് പീസ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 100x100 ആണ്. ഞാൻ ജസ്റ്റ് ഡയമെൻഷൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ദേ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. 100 ആയ 100 ലെങ്ത്, അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റും 100 ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു പീസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനായിട്ട് ആദ്യം ഞാനിവിടെ നമ്മളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇത് വയർ ഫ്രെയിമിലേക്ക് ഇടുകയാണ്. ഓക്കെ. ഇവിടെ നമുക്ക് സ്റ്റോക്ക് സെറ്റപ്പ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഓൾ എന്റിറ്റീസ് കൊടുക്കുകയാണ്. 10 നമ്മൾ ഓൾറെഡി കൊടുത്തത്. ഇവിടെ ഒരു അഡീഷണൽ ഒരു 2 അഡീഷണൽ വർക്ക് പീസിന്റെ സൈസ് കയറ്റി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഷീൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രം. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ആക്സസ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ഈ ബൗണ്ടറിക്ക് പുറത്തേക്ക് കാണാം. ഈ ഡോട്ടർ ലൈൻ. ഓക്കെ. അപ്പോൾ ഞാനിത് ഓൾറെഡി സ്റ്റോക്ക് സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളിപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി പോവുക. കോണ്ടൂർ ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കോണ്ടൂർ എന്നുള്ളൊരു പ്രോഗ്രാം ഇതും കൂടെ കൊടുക്കുകയാണ്. പേര് കൊടുത്തു, കോണ്ടൂർ കൊടുത്തു. ഇനി ഞാനൊരു ടോപ്പിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇവിടെ നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നു. ടൂൾ പാത്ത് ജനറേഷനിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ ടൂൾ സെലക്ഷനിൽ പോണു. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു 12ന്റെ ബിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 1500 ഫീഡും അതുപോലെ തന്നെ ഒരു 2500 ആർപിഒ ഒക്കെ കൊടുത്തു. ഓക്കെ. അതിനുശേഷം കട്ട് പാരാമീറ്ററിലേക്ക് വരുന്നു. ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് കട്ടർ കോമ്പൻസേഷൻ വരേണ്ടത് ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെപ്ത് നമ്മൾ സിംഗിൾ ഡെപ്ത് 10 ആണ് ടോട്ടൽ ഇറങ്ങേണ്ടത്. ഞാനിവിടെ ഒരു 1 mm വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് 1 mm വെച്ച് കൊടുക്കാൻ പാടില്ല. നമ്മുടെ മെഷീന്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ അതിന് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡെപ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 mm വെച്ചിട്ട് കൊടുക്കുകയാണ്. then ഇവിടെ ലീഡിങ് ഔട്ടിന്റെ ആവശ്യമില്ല. ഞാനത് ഓഫ് ചെയ്തിടുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റഫിങ്ങിൽ അതൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സപ്പോസ് ഇത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പ്രോഗ്രാമിൽ കുറച്ച് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനത് കളഞ്ഞു. അതിനുശേഷം ഇവിടെ താഴേക്ക് വരികയാണ്. ഇവിടെ ലിങ്കിങ് പാരാമീറ്ററിൽ നിങ്ങൾക്ക് ഇത് അബ്സല്യൂട്ട് ആക്കുക. ക്ലിയറൻസ് ഹൈറ്റ് ഫസ്റ്റ് ടൂൾ ലാൻഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 5 mm ക്ലിയറൻസ്, താഴെ ഒരു 5 mm റിട്രാക്ട് ഹൈറ്റും കൊടുത്തു. ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. ഓക്കെ. ഞാൻ ഫീഡ് സ്റ്റാർട്ട് ചെയ്യാൻ 0-യിൽ കൊടുത്തു. അതുപോലെ തന്നെ ഇതിന്റെ ഡെപ്ത് നമുക്കൊരു ഫുൾ ഡെപ്ത് ഞാൻ പറഞ്ഞ -10 ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതും കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ ഇതിന്റെ അതായത് ടൂൾ പാത്ത് കാര്യങ്ങൾ നമുക്ക് ജനറേഷൻ ആയി നിങ്ങൾക്ക് നോക്കാം. നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 10 ഡെപ്ത് ലൈൻസ് കാണാം. ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നതെല്ലാം ഓരോ ഡെപ്താണ് നമ്മൾ 1 mm വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രോഗ്രാം ഇപ്പോൾ സെറ്റായി. നമുക്കിനി ഇത് പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ നോർമൽ രീതിയിൽ ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് G1 ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം, ഞാനിവിടെ ടുഡേ എന്ന് പറയുന്നതിനകത്ത് ഇവിടെ നോർമൽ പ്രോഗ്രാം എന്ന് കൊടുക്കുക. നോർമൽ പ്രോഗ്രാം എന്ന് പേര് കൊടുക്കുക കേട്ടോ. നോർമൽ പ്രോഗ്രാം എന്ന് പേര് കൊടുത്തു. ടിക്ക് ചെയ്തു. ഇപ്പോൾ വരുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു മാസ്റ്റർ ക്യാമിൽ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതായിരിക്കും വരിക. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ Z0-യിൽ എത്തിയതിന് ശേഷം ഡെപ്ത് -1 mm ഇറങ്ങി. അതിനുശേഷം ടൂൾ പാത്ത് ഓടുന്നു. ടൂൾ പാത്ത് ആ കംപ്ലീറ്റ് അതായത് വർക്ക് പീസിന്റെ നമ്മൾ കൊടുത്ത ഡയമെൻഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഫുൾ ഓടിയതിന് ശേഷം ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും -2 mm നമ്മൾ ഡെപ്ത് ഇറങ്ങണം. 2 mm എന്ന് പറയുന്നത് വർക്കിന് സർഫസിൽ നിന്നും ഓൾറെഡി -1 ഇറങ്ങിയതാണ്. പിന്നെ ഒരു -1 ഇറങ്ങുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ അബ്സല്യൂട്ട്ലി പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് -2 എന്ന് തന്നെ ആയിരിക്കും കാണിക്കുക. ഓരോ സിംഗിൾ ഡെപ്തും വർക്ക് സർഫസിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കും ഇവിടെ എടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ 10 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, ഡെപ്ത് കൊടുക്കുന്നു, ടൂൾ പാത്ത് എഴുതുന്നു, ഡെപ്ത് കൊടുക്കുന്നു, ടൂൾ പാത്ത്. ഇത് സിംഗിൾ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ നോർമൽ രീതിയിൽ നമുക്ക് മാസ്റ്റർ ക്യാം പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇത് താഴെ വരുമ്പോൾ എൻഡിങ് പ്രോഗ്രാമും കൊടുത്തു. ഇപ്പോൾ 10ാമത്തെ ഡെപ്തും കൊടുത്ത് അതിന്റെ ടൂൾ പാത്തും കൊടുത്തതിന് ശേഷമാണ് നമുക്കിത് വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഞാനിതൊന്ന് സേവ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ മെയിൻ പ്രോഗ്രാം, സബ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ് പ്രോഗ്രാം രീതിയിൽ പ്രോഗ്രാം എങ്ങനെ നമുക്ക് മാസ്റ്റർ ക്യാമിൽ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ പാരാമീറ്റർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. ഈ ഡെപ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സബ് പ്രോഗ്രാം എന്നുണ്ടാവും.
ഇതിന് 2 രീതിയിൽ പ്രോഗ്രാം ഉണ്ടാക്കാം. അബ്സല്യൂട്ടിലും ഇൻക്രിമെന്റലിലും. ഓക്കെ. നമ്മൾ അബ്സല്യൂട്ടിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് അബ്സല്യൂട്ടിലായിരിക്കും ടൂൾ പാത്ത് വരിക. ഇപ്പം നമ്മൾ നോർമലി എഴുതിയിരുന്ന കണ്ട ടൂൾ പാത്തുകളൊക്കെ പോലെ തന്നെ ടൂൾ പാത്ത് അപ്പം നമ്മൾ സിംഗിൾ പ്രോഗ്രാം ജനറേറ്റ് ചെയ്തപ്പോൾ എന്താണോ കണ്ടത് അതേ ടൂൾ പാത്തുകൾ തന്നെയായിരിക്കും അബ്സല്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുമ്പം. പക്ഷേ ഇവിടെ 2 പേജ് ഉണ്ടാവുമെന്ന് മാത്രം. ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്തു. റീജനറേറ്റ് ചെയ്യാണ്. G1 ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ ഞാൻ ABS എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. സബ് ABS അബ്സല്യൂട്ട് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ABS എന്ന് കൊടുത്ത് ടിക്ക് ചെയ്തു. ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഡെപ്ത് കൊടുത്തു. അതിനുശേഷം സബ് പ്രോഗ്രാം കോൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്ത് സബ് പ്രോഗ്രാം പേജ് നമ്പറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സബ് പ്രോഗ്രാം പേജ് നിങ്ങൾക്ക് താഴെ കാണാം. O1001 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ് പ്രോഗ്രാം പേജ് നമ്പർ. അതിനകത്ത് നമ്മളുടെ ടൂൾ പാത്തുകൾ അബ്സല്യൂട്ടിലുള്ള ടൂൾ പാത്ത് ഇവിടെ കിടപ്പുണ്ട്. ഒറ്റ സിംഗിൾ ടൂൾ പാത്തും അതുപോലെ സബ് പ്രോഗ്രാമിന് കോൾ ചെയ്യാനുള്ള കമാൻഡുകൾ ഇങ്ങനെ ഓരോ ഡെപ്ത് കഴിയുന്നതിന് ശേഷം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ജനറേറ്റ് ആയി വരുന്ന സമയത്ത് അങ്ങനെയായിരിക്കും. ഒരു ഡെപ്ത് അതിനുശേഷം അതെല്ലാം അബ്സല്യൂട്ടിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം G90 എന്നുള്ളൊരു കമാൻഡ് ഉണ്ട് കണ്ടോ. ഇത് എല്ലാ ഡെപ്തിൻ്റെയും കൂടെ G90 കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അബ്സല്യൂട്ടിൽ തന്നെയായിരിക്കും ഡെപ്ത് ഇറങ്ങുന്നത്. പക്ഷേ ടൂൾ പാത്ത് മൂവ് ചെയ്യുന്നതിന് നമുക്കിനി ഇവിടെ ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കുന്ന ടൂൾ പാത്ത് നമ്മൾ അബ്സല്യൂട്ടിൽ തന്നെയാണ് പ്രോഗ്രാം ജനറേറ്റ് ആയിരിക്കുന്നത്. ഇനി ഇതേ സെയിം സാധനം നമ്മൾ ഇൻക്രിമെന്റിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന ചേഞ്ചസ് അബ്സല്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഡെപ്ത് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം അബ്സല്യൂട്ടിൽ തന്നെയായിരിക്കും വരിക. ഇവിടെ മെയിൻ പ്രോഗ്രാമിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സബ് പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വരും. നമുക്കിവിടെ ഇൻക്രിമെന്റലിലായിരിക്കും പ്രോഗ്രാം ജനറേറ്റ് ആവുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്കിന്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ടുള്ള നമ്മൾ 100 എമ്മത്തിൻ്റെ ഒരു ലെങ്ത് ആണ് പറഞ്ഞത്. അപ്പോൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അതിൻ്റെ പകുതി അബ്സല്യൂട്ട് വാല്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും 50 ആയിരിക്കും. അതിൻ്റെ കൂടെ കട്ടറിൻ്റെ റേഡിയസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 56 വന്നിരിക്കും. അത് കോമ്പൻസേഷൻ എടുത്തിരിക്കുന്നതാണ്. ഇതേ സെയിം സാധനത്തിൽ ഇനി നമ്മൾ ഇൻക്രിമെന്റൽ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇതേ സെയിം ചെയ്ത പോലെ തന്നെ പാരാമീറ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇൻക്രിമെന്റൽ ആക്കുക. ഓക്കെ കൊടുക്കുക. ഇനി അതൊന്നുകൊണ്ട് നമുക്ക് റീജനറേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാം. ഞാനിത് ഇൻക്രിമെന്റൽ എന്നുള്ള ഇത് കൊടുത്തു ടിക്ക് ചെയ്തു. ഇനി പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മൾ അബ്സല്യൂട്ടിൽ പ്രോഗ്രാം ചെയ്തത് അതേ കണക്ക് തന്നെയായിരിക്കും ഇതിൽ ഡെപ്ത് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. Z1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെപ്ത് വന്നു. അത് അബ്സല്യൂട്ടിൽ തന്നെയാണ് അടുത്തതും ഡെപ്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് അതേപോലെ തന്നെ എന്താണ് സബ് പ്രോഗ്രാം കോൾ ചെയ്യാനുള്ള കമാൻഡ് എത്ര ഡെപ്ത് കൊടുക്കുന്നു അത്രയും ദിവസം ഈ സബ് പ്രോഗ്രാം കോൾ ചെയ്യാനുള്ളത് മെയിൻ പ്രോഗ്രാമിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിലും കുറച്ചും കൂടെ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം സിമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് മാനുവലി എഴുതാം. പക്ഷെ ഇവിടെ ഒരു ഗുണമുള്ളത് എവിടെ വെച്ച് നമ്മളുടെ മെഷീൻ ഓഫ് ആയാലും നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഈ ഒരു പ്രോഗ്രാം സ്റ്റൈലിലുണ്ട്. ഞാൻ നമ്മൾ മാനുവലി എഴുതുന്ന മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് നോക്കിയാൽ സബ് പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഇൻക്രിമെന്റലിലാണ് പ്രോഗ്രാം ജനറേറ്റ് ആക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ് പ്രോഗ്രാമിൽ G91 എന്നൊരു അഡീഷണൽ കമാൻഡ് വന്നു. ഇത് കൊടുത്തില്ലെങ്കിൽ നോർമലി അത് എടുക്കുന്നത് അബ്സല്യൂട്ടിൽ തന്നെയായിരിക്കും. കാരണം നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ അബ്സല്യൂട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് സബ് പ്രോഗ്രാമിൽ പോകുമ്പോഴും അത് അബ്സല്യൂട്ടിലായിരിക്കും റീഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ എക്സിൻ്റെയും വൈയുടെയൊക്കെ വാല്യൂവിനകത്തൊരു ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ 50 എന്നൊക്കെ കൊടുത്ത സ്ഥാനത്ത് ഇവിടെ X6 Y -6 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏതാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്ന പോയിന്റ് X50ലും Y 56ലുമാണ്. അതായത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ 00 ആയിട്ട് പിന്നെ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന പോയിന്റിന്റെ X വാല്യൂ Y വാല്യൂ ഇതിനെ ഒറിജിൻ ആക്കി എടുത്തുകൊണ്ടായിരിക്കും ഈ പോയിന്റിനെ ഒറിജിൻ ആക്കി എടുത്തുകൊണ്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ എക്സ് വാല്യൂ അവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ എക്സ് കണ്ടോ, ഇത് ഓൾറെഡി എക്സിലാണ് നിന്നിരുന്നത്. അവിടെ നിന്ന് വൈ വാല്യൂയിലേക്ക് മൂവ് ചെയ്യണം. Y -100. അപ്പോൾ നമുക്ക് ഇനി അറ്റത്ത് വന്ന പ്രോഗ്രാം ഇവിടെ നിന്ന് ഇവിടെ 0 ആയതിനു ശേഷം Y -100ലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പം ഈ അബ്സല്യൂട്ടിലെ പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻക്രിമെന്റൽ ചെയ്യുമ്പം ഇതുപോലെയുള്ള ടൂൾ പാത്തിൽ ഇൻക്രിമെന്റൽ ടൂൾ പാത്ത് ആയി മാറും. അല്ലാണ്ട് ഡെപ്ത് കാര്യങ്ങളെല്ലാം നോർമലി അബ്സല്യൂട്ടിൽ തന്നെയായിരിക്കും മാസ്റ്റർ ക്യാം ജനറേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നമുക്കിനി ആ മാനുവൽ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. മാനുവൽ പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം നമ്മൾ നോർമൽ എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ 2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. മെയിൻ പ്രോഗ്രാമും സബ് പ്രോഗ്രാമും 1ലും 2ലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ക്യാമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൽ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം ഇൻക്രിമെന്റിൽ അബ്സല്യൂട്ടിൽ നമ്മൾ ചെയ്തത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് വരുമ്പം മെയിൻ പ്രോഗ്രാമിൽ വരുന്ന സബ് പ്രോഗ്രാം കോളിംഗ് കമാൻഡ് എന്ന് പറയുന്നത് 1 ടൈം മാത്രമാണ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും N8 ബ്ലോക്കിലൊരു കൊടുത്തിട്ടുണ്ട്. കണ്ടോ,
ഈ ഒരു ബ്ലോക്ക് നമ്പർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം ഇതിൽ സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് N8 ബ്ലോക്കിൽ ഒരു കോളിംഗ് കമാൻഡ് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ പ്രോഗ്രാമിൽ ഡെപ്ത് കാര്യങ്ങളൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അത് മാസ്റ്റർ ക്യാം ജനറേറ്റ് ചെയ്യുമ്പം മെയിൻ പ്രോഗ്രാമിൽ തന്നെയായിരിക്കും ഡെപ്ത് പോകുന്നതും അതുപോലെ തന്നെ സബ് പ്രോഗ്രാം കോൾ ചെയ്യുന്നതും കമാൻഡ് വരിക. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സബ് പ്രോഗ്രാമും അതുപോലെ തന്നെ മെയിൻ പ്രോഗ്രാമിൽ മാത്രം ഒരു സബ് പ്രോഗ്രാം കോൾ ചെയ്യാനുള്ള കമാൻഡും അതിൻ്റെ നമ്പർ ഓഫ് സൈക്കിൾസും നമ്മളിവിടെ കൊടുക്കും. M98 PS സബ് പ്രോഗ്രാം പേജ് നമ്പർ L എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ആണ്, അതല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിളായിട്ടാണ് കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം എത്ര വെച്ചിട്ടാണ് പോകണം എന്നുള്ളത്. ഇവിടെ നമ്മൾ സബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മൾ ഡെപ്ത് കൊടുത്തിരിക്കുന്നത് ഇൻക്രിമെൻ്റൽ കമാൻഡിൽ ഡെപ്ത് കൊടുത്തുകൊണ്ട് അബ്സലൂട്ടിലാണ് ടൂൾ പാത്ത് റൺ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇൻക്രിമെൻ്റലും അബ്സലൂട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും അതായത് മാസ്റ്റർ ക്യാമിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻ പ്രോഗ്രാമും സബ് പ്രോഗ്രാമും അതായത് അബ്സലൂട്ടിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ ഡെപ്ത് കൊടുക്കുന്നത് അബ്സലൂട്ടിലും ടൂൾ പാത്ത് എഴുതുന്നത് അബ്സലൂട്ടിലും ആയിരിക്കും. ഇനി ഇൻക്രിമെൻ്റലിലാണ് മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം മാസ്റ്റർ ക്യാം ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെപ്ത് കൊടുക്കുന്നതെല്ലാം അബ്സലൂട്ടിലും ടൂൾ പാത്ത് എഴുതുന്നത് ഇൻക്രിമെൻ്റലിലും ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻക്രിമെൻ്റലിൽ തന്നെ ഇൻക്രിമെൻ്റലിൽ ഡെപ്ത് ഇറക്കിയിട്ട് അബ്സലൂട്ടിൽ ടൂൾ പാത്ത് എല്ലാം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ശരിക്കും മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാമായിട്ട് മാസ്റ്റർ ക്യാം ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മളുടെ മാനുവൽ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ എഴുതുന്ന ആ ഒരു മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.